ഓക്കെ കുഞ്ഞുങ്ങളെ, അപ്പോൾ നമ്മുടെ തേർഡ് സെമ്മിലെ പേപ്പർ ഏതൊക്കെയാണെന്നൊക്കെ അറിയാമല്ലോ. ഫൈക്കോളജി, ബ്രയോളജി ആൻഡ് ടെറിഡോളജി. ഫൈക്കോളജി എടുക്കുന്നത് ഡോണ മിസ്സും രാജി മിസ്സും കൂടാണ്. അത് ഏകദേശം തീർന്നു എന്ന് തോന്നുന്നു. ബ്രയോളജി തീർന്നു. ഇനി നമ്മൾ ടെറിഡോളജി അല്ലെ ടെറിഡോഫൈറ്റ്സിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ ടൈപ്പ് സ്റ്റഡി ഓൾറെഡി അതിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സ് ഞാൻ പറഞ്ഞു. അതേപോലെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് സ്റ്റീലാർ റെവല്യൂഷൻ ടെറിഡോഫൈറ്റ്സ്, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇല്ലേ? അതെല്ലാവരും അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തു. ഇപ്പോഴേ ഇനി നിങ്ങൾക്ക് ടെറിഡോഫൈറ്റിൽ പഠിക്കാൻ 4 ടൈപ്പാണുള്ളത്. സൈലോട്ടം, സെലാജിനല്ല, ഇക്വിസിറ്റം, ടെറിസ്. സൈലോട്ടം, സെലാജിനല്ല, ഇക്വിസിറ്റം, ടെറിസ്. അത് ഫസ്റ്റ് വൺ ഇത് സൈലോട്ടം. നോക്കിക്കേ, ഈ ഫോട്ടോഗ്രാഫിൽ സൈലോട്ടം ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ആവോ? ചില കേസിലൊക്കെ കാണാറുണ്ട്. നമ്മുടെ തെങ്ങിൻ്റെ ചുവട്ടിലൊക്കെ ചിലപ്പം തൊണ്ടൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന ചകിരിയിൽ നിന്ന് വരാറുണ്ട്. വളരെ റെയറായിട്ടേ കാണത്തുള്ളൂ, കോമൺ അല്ല ഇത്. അതേപോലെ പിന്നെ ഇത് യാദൃശ്ചികമായിട്ട് കണ്ടതെന്ന് പറഞ്ഞാൽ മീനങ്ങാടി ജംഗ്ഷനിൽ നിന്ന് മാനന്തവാടിക്ക് പോകുന്ന റൂട്ടിലെ വില്ലേജ് ഓഫീസിൻ്റെ ഒക്കെ ഇപ്പുറത്തായിട്ട് ഇടതുവശത്ത് ഒരു ചെറിയൊരു സ്ലാബിനിടയിൽ കൂടി ഇങ്ങനെ കിളിച്ച് വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ കൊണ്ടുപോയി നമ്മുടെ കോളേജിൽ ഇത് പിടിപ്പിച്ചെങ്കിലും ഇത് പിടിച്ചില്ല. ഓക്കെ, ഇപ്പോൾ സൈലോട്ടം അതിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ ടാക്സോണമി പൊസിഷൻ നോക്കിയാട്ടെ. ഡിവിഷൻ സൈലോഫൈറ്റ, ക്ലാസ് സൈലോടോപ്സിഡ, ഓർഡർ സൈലോടൈൽസ്, ഫാമിലി സൈലോടൈസി, ജീനസ് സൈലോട്ടം. അപ്പോൾ ഈ സൈലോടൈൽസ് എന്ന് പറയുന്ന ഓർഡറിൽ 2 ജീനസേ ആകെ ഉള്ളൂ, സൈലോട്ടം ആൻഡ് മെസിപ്റ്ററിസ്. അത് ഓർത്തിരുന്നോണം. സൈലോട്ടം, ദ ഓർഡർ സൈലോടൈൽസ് ഇൻക്ലൂഡ്സ് 2 genus, that is, the family Psilotaceae includes 2 genus, that is Psilotum and Mesipteris. മെസിപ്റ്ററിസിൻ്റെ സ്പെല്ലിങ് TMESI, പിന്നെ ടെറിസ് PTERIS, മെസിപ്റ്ററിസ്. ഓക്കെ, ഇത് സൈലോട്ടത്തിൻ്റെ ഹാബിറ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. നോക്കി, അതിൽ ലീഫില്ല. പിന്നെ സ്റ്റെമ്മിന് ഒരു പ്രത്യേകതയുണ്ട്, ആംഗിൾഡ് സ്റ്റെമ്മാണ്. അതിൽ ഉരുണ്ടുരുണ്ട് ചെറിയ സാധനങ്ങൾ കാണാം. അതാണ് ഇതിൻ്റെ സ്പൊറാഞ്ചിയമാണ്. ഈ സൈലോട്ടത്തിൻ്റെ സ്പൊറാഞ്ചിയത്തിന് പറയുന്ന പേരാണ് സിനാഞ്ചിയം. അതിൻ്റെ ചെറിയതായ ഒരു ഫോട്ടോഗ്രാഫും കൂടെ കൊടുത്തിട്ടുണ്ട്. അതൊരു ട്രൈലോബ്ഡ് സ്ട്രക്ചറാണ്. 3 ലോക്യൂള് ചേർന്നിട്ടുള്ളൊരു സ്ട്രക്ചർ. നമുക്ക് നോക്കിയാൽ അത് മനസ്സിലാവും, നെല്ലിക്കാക്കുരു പോലൊക്കെ ഇരിക്കുന്നത്. അത്രയും വലിപ്പമൊന്നുമില്ല കേട്ടോ, വളരെ മൈന്യൂട്ടാണ്. അപ്പോൾ നോക്കിയേ ഇതിൻ്റെ ഒക്കറൻസ്. ഇറ്റ് ഈസ് കോമൺലി കോൾഡ് വിസ്ക് ഫെൺ. അത് ഓർത്തിരുന്നോണം, ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചാണ്. വിസ്ക് ഫെൺ എന്നറിയപ്പെടുന്നത് ഏത് ജീനസാണ്? സൈലോട്ടം. Because it is without leaf and stem perform all functions. അതായത് ലീഫിൻ്റെ ഫങ്ഷനൊക്കെ ചെയ്യുന്ന ആരാ? സ്റ്റെമ്മാണ്. It is found in humus rich soil in tropical and subtropical regions. Some species grows as epiphytes on tree trunks. ഇല്ലേ, മറ്റു മരത്തിൻ്റെ മുകളിൽ വളരുന്നതിനെയാണ് നമ്മൾ എപ്പിഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇറ്റ്സ് എ പ്ലാന്റ് മോർഫോളജി ആൻഡ് the plant body is vegetative structure and the plant body is the sporophyte and contains the following parts: rhizome, aerial branch and sporangia. അപ്പോഴേ നമ്മൾ ആൽഗയിൽ അതേപോലെ ബ്രയോഫൈറ്റിൽ പഠിച്ച എങ്ങനെ നമ്മൾ കാണുന്ന പ്രോമിനൻറ്റ് പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഗ്യാമറ്റോഫൈറ്റ് ആയിരുന്നു ഇല്ലേ? ഗ്യാമറ്റോഫൈറ്റിൽ സ്പോറോഫൈറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അത് റിക്സിയയിൽ അന്നേ കാണത്തില്ലായിരുന്നു. താലസിൻ്റെ സ്ട്രക്ചർ അനാറ്റമി എടുത്തെങ്കിലേ കാണത്തുള്ളായിരുന്നു. ഓർക്കുന്നുണ്ടോ? ആന്തോസിറോസിൽ വന്നപ്പോൾ ഹോൺ പോലൊക്കെ സ്പോറോഫൈറ്റ് കണ്ടു. ഫ്യൂണേറിയലായിട്ട് വന്നപ്പോഴത്തെ വളരെ കോൺസ്പിക്യൂസ് ആയിട്ടാണ് സ്പോറോഫൈറ്റ് കണ്ടത്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്നു പ്ലാന്റ് പതുക്കെ എഴുന്നേറ്റ് വരുന്നു. ഇനി ഇതിൻ്റെ അത് കഴിഞ്ഞിട്ട് വരുന്ന ടെറിഡോഫൈറ്റിൽ നമ്മൾ കാണുന്ന പ്രോമിനൻറ്റ് പ്ലാന്റ് ബോഡി സ്പോറോഫൈറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഓർക്കുന്നുണ്ടോ ആവോ? അതുപോലെ തന്നെ നമ്മൾ കാണുന്ന മാവ്, പ്ലാവ്, നമ്മൾ പിന്നീട് കാണുന്ന ഡൈക്കോട്ടും മോണോക്കോട്ടും ഒക്കെ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് സ്പോറോഫൈറ്റ്, ദാറ്റ് ഈസ് ദ ഡിപ്ലോയിഡ്. അപ്പോൾ ടെറിഡോഫൈറ്റ്സിൻ്റെ എല്ലാം കോൺസ്പിക്യൂസ് ആയിട്ടുള്ള പ്ലാന്റ് ബോഡി ഏതാണ്? സ്പോറോഫൈറ്റ് ആണ്, ദാറ്റ് ഈസ് ദ ഡിപ്ലോയിഡ് sporophyte. Here the plant body is differentiated into rhizome, aerial branches and sporangia. Rhizome is the underground portion that grow prostrate to the ground, and it is also a dichotomously branched structure, and it gives out certain erect branches. It
forms the aerial branch and the sporangia are born on this aerial branch. എന്താ ഡൈക്കോട്ടമസ്ലി ബ്രാഞ്ച്ഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഈ പടത്തിൽ നോക്കിയാൽ അറിയാം. പിന്നെ ഒരു ആദ്യമേ അത് റൈസ് ചെയ്തപ്പോഴും നോക്കി ഒറ്റ സ്റ്റെം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ രണ്ടായിട്ട് തിരിഞ്ഞു, പിന്നെ ഓരോ ബ്രാഞ്ചും വീണ്ടും രണ്ടായിട്ട് തിരിഞ്ഞു, വീണ്ടും രണ്ടാണ് റിപ്പീറ്റഡ്ലി ഡൈക്കോട്ടം. ഇറ്റ് ഷോസ് റിപ്പീറ്റഡ് ഡൈക്കോട്ടമി ഇല്ലേ. പിന്നെ ഈ രണ്ടായിട്ടിങ്ങനെ തിരിഞ്ഞു പോന്നു. മനസ്സിലായോ? ഓക്കെ. ദെൻ റൈസോം നോക്കിയാൽ എൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന്. ഇറ്റ്സ് എ ഹൊറിസോണ്ടൽ പോർഷൻ and it is buried in soil or humus, dichotomously branched. Roots are absent. Rhizoids are present. They are meant for anchorage and absorption. Generally, rhizoids are unicellular, but two-celled rhizoids are present near the apices of the younger branches. These rhizoids absorb water and nutrients from soil for aerial branches. That is fixation and absorption. And the എൻഡോഫിറ്റിക് ഫംഗൽ അസോസിയേഷൻ ഈസ് സീൻ ഇൻ റൈസോം. അതിന് പറയുന്ന പേരെന്താണെന്നറിയാമോ? മൈക്കോറൈസൽ അസോസിയേഷൻ. എൻഡോഫിറ്റിക് ഫംഗൽ അസോസിയേഷൻ പറയുന്ന പേരാണ് മൈക്കോറൈസ. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ദെൻ ഏരിയൽ ബ്രാഞ്ച്. റൈസോം ബിയേഴ്സ് ഏരിയൽ ബ്രാഞ്ചസ്. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, റൈസോമിന് നേരെ മുകളിലോട്ട് വരുന്ന ബ്രാഞ്ചാണ് ഏരിയൽ ബ്രാഞ്ചായിട്ട് മാറുന്നത്. These branches are green, cylindrical and dichotomously branched. And this is the main photosynthetic organ. Leaves are small, scale-like and are spirally arranged over these branches. അപ്പോൾ ഇപ്പോഴത്തെ ഫോട്ടോഗ്രാഫിൽ നോക്കിയാൽ അറിയാം, കണ്ടോ, രണ്ട് കൊമ്പ് പോലൊക്കെ ഇരിക്കുന്ന ഓൾട്ടർനേറ്റ് ആയിട്ട് ചെറിയ ലീഫുകൾ കാണാം. സ്കെയിൽ ലീവ്സ് ആണ്. ഓക്കെ. ദെൻ സ്പൊറാഞ്ചിയ ആർ ബോൺ ഇൻ ട്രയാഡ്സ്. എന്താ ട്രയാഡ്സ് എന്ന് പറഞ്ഞാൽ 3 ഗ്രൂപ്പായിട്ട്. ഇതിൽ നോക്കിക്കാട്ട് ഇങ്ങേ അറ്റത്തെ വലതുവശത്തെ ഫോട്ടോഗ്രാഫിൽ കണ്ടോ, സ്പൊറാഞ്ചിയ മാത്രം അതിനെ എൻലാർജ് ചെയ്ത് കാണിച്ചിരിക്കുന്നതാണ്. 3 ഇതായിട്ട് കണ്ടില്ലേ. അതിൻ്റെ ഓരോ ലോബിൻ്റെ നടുക്കൂടെ കാണുന്ന ആ വെള്ള മാർക്കിംഗ്, ആ ഭാഗത്തൂടെയാണ്, അതിനാണ് ട്രൈ റേഡിയേറ്റ് മാർക്കിംഗ് എന്ന് പറഞ്ഞത്. ആ ഭാഗത്തൂടെയാണ് ഈ സിനാൻജിയം പൊട്ടിയിട്ട് സ്പോസ് ഡിസ്പോസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? They have very short stalks. They are borne in the axis of small bifid leaves on the aerial branches. The triad of sporangia is called a synangium. The 2 lobes of the leaves are closely united with the synangium. അപ്പോൾ അടുത്ത പടത്തിലൊക്കെ ശരിക്കും ഞാൻ ലീഫ് കാണിച്ചിട്ടുണ്ട്. അപ്പോഴേ ലീഫ് ഇതിൻ്റെ പ്രീവിയസ് സ്ലൈഡിലെ ഫോട്ടോഗ്രാഫിൽ നിങ്ങൾ കണ്ടു, ഞാൻ പറഞ്ഞില്ലേ 2 കൊമ്പ് പോലെ ഇരിക്കുന്ന സ്ട്രക്ചർ എന്ന്. അത് സ്കെയിൽ ലീവ്സ്. അപ്പോൾ ചില കേസിൽ ഈ ലീവ്സ് ലോബ്ഡാണ്. ആ ലോബ്ഡ് ലീവ്സിൻ്റെ ആക്സിലാണ്, അതാണ് ബൈഫുട്ട് ലീഫ് എന്ന് പറയുന്നത്, സിനാൻജിയ കാണുന്നത്. അപ്പോൾ സിനാൻജിയയുടെ ബേസൽ പോർഷനോട് ഇങ്ങനെ അഡ്ഹെയർ ചെയ്ത് അടുത്ത് ആണ് ഈ ഏരിയൽ ബ്രാഞ്ച് അല്ലെങ്കിൽ ഏരിയൽ ലീവ്സ്, ബൈഫുട്ട് ലീവ്സ് കാണുന്നത്. ഇത്രയും മനസ്സിലായല്ലോ? അപ്പോഴേ ദ സ്പൊറാഞ്ചിയ ഓഫ് സൈലോട്ടം ഈസ് കോൾഡ് സിനാൻജിയം. അത് ഓർത്തിരിക്കണം കേട്ടോ. ദ സ്പൊറാഞ്ചിയം ഓഫ് സൈലോട്ടം ഈസ് കോൾഡ് സിനാൻജിയം. എങ്ങനെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഉണ്ടാകുന്നതെന്നൊക്കെ ഉള്ളത് ഫസ്റ്റ് സ്ലൈഡിൽ ഞാൻ പറഞ്ഞിരുന്നു. അത് നിങ്ങളൊന്ന് കേട്ട് നോക്കണം. ജനറൽ ക്യാരക്ടേഴ്സിൽ ഞാൻ പറഞ്ഞു സ്പോറോഫിലിൻ്റെ കാര്യവും അതിൻ്റെ പിന്നെ ചില കേസിൽ കോണായിട്ടായിരിക്കും കാണുന്നത്. ഓരോന്നിൻ്റെയും പേര് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ദെൻ നോക്കിക്കേ, ഇതിൽ ഇടതുവശത്തുള്ള ഫസ്റ്റ് ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ്ലി ഡൈക്കോട്ടമസ്ലി ബ്രാഞ്ച്ഡ് ഏരിയൽ ബ്രാഞ്ച്. അതിൽ കുരുകുരാന്ന് കണ്ടില്ലേ, അതാണ് സിനാൻജിയ. ബാക്കി സിനാൻജിയൽ പോർഷൻ മാത്രം ഒന്ന് എൻലാർജ് ചെയ്താൽ ബൈഫുഡ് ലീഫൊക്കെ കണ്ടില്ലേ, അതിൽ സിനാൻജിയ കണ്ടോ ഇരിക്കുന്നത്. ഓക്കെ. അപ്പം ഈ സിനാൻജിയ ആണ് ആക്ച്വലി ദ സ്പോർ ബിയറിംഗ് ഓർഗൻ. ഇനി നെക്സ്റ്റ് ഈസ് അബൌട്ട് ദ അനാറ്റമി ഓഫ് സ്റ്റെം. ഇറ്റ് ഈസ് സർക്കുലർ ഇൻ ഔട്ട്ലൈൻ ഫ്രം ബേസ്, pentagonal near the first dichotomy and triangular between successive dichotomies. എന്താ മനസ്സിലായത്? അപ്പോൾ ഈ സ്റ്റെമ്മിൻ്റെ അതെങ്ങനെയാണ് അതിൻ്റെ അപ്പിയറൻസ് എന്ന് മോർഫോളജിക്ക് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുന്നത് എങ്ങനെയാണ്, അതിൻ്റെ മോർഫോളജിക്കൽ അപ്പിയറൻസ് ആണ് പറയുന്നത്. സർക്കുലർ ഇൻ ഔട്ട്ലൈൻ ഫ്രം ദ ബേസ്, ഏറ്റവും ബേസൽ പോർഷനിൽ, അതാ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഡൈക്കോട്ടമി ആദ്യം റൈസോമിൽ നിന്ന് ഇങ്ങനെ ഇറൈസ് ചെയ്ത് ഒറ്റ ഒരു സ്റ്റെമ്മായിട്ടല്ലായിരുന്നോ, ആ പോർഷൻ വരെ എങ്ങനെയാണ് സർക്കുലറാണ്. പിന്നെ പെൻറ്റഗോണൽ നിയർ ദ ഫസ്റ്റ് ഡൈക്കോട്ടമി, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഡൈക്കോട്ടമസ് ആയിട്ട് തിരിയുമ്പോൾ ആ ഭാഗത്ത് പിന്നെ പെൻറ്റഗോണലാണ്.
ഇനിയും അതിൻ്റെ എപ്പിക്കൽ റീജിയനിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഇതൊരു ട്രയാങ്കുലർ ഷേപ്പിലായിട്ട് മാറും. അതാ നോക്കിക്കുക, നമ്മുടെ സാധാരണ തുമ്പയോ തുളസിയോ ഒക്കെ അതിൻ്റെ സ്റ്റെം ഒന്ന് പിടിച്ചു നോക്കിയാൽ നമുക്ക് ശരിക്കും മനസ്സിലാക്കും അത് ക്വാഡ്രാങ്കുലറാണ്, 4 ആംഗിളുടെ ഇല്ലേ. അതേപോലെ മത്തനൊക്കെ നോക്കിയാലും ആംഗിളുടെ സ്റ്റെം കാണത്തില്ല, 5 ആംഗിൾ 4 ആംഗിൾ ഒന്ന് പിടിച്ച് നോക്കണം കേട്ടോ. ഇനിയും ചില ചെടികൾ ഇങ്ങനെ നമ്മളതിൻ്റെ സ്റ്റെം ഇങ്ങനെ പിടിച്ച് നോക്കിയാൽ റൗണ്ടഡാണ്, സിലിണ്ട്രിക്കലാണ്, മനസ്സിലായോ? അപ്പം ഇതിൽ പറയുന്നത് എന്താ, ഈ സ്റ്റെമ്മിൽ തന്നെ ഓരോ റീജിയനിലും പല ഷേപ്പിലാണ് സ്റ്റെമ്മ് കാണുന്നത്. ഏറ്റവും ബേസൽ പോർഷനിൽ സർക്കുലർ ഔട്ട്ലൈൻ, പിന്നെ പെൻറ്റാഗോണൽ 5 സൈഡുള്ള സ്റ്റെം പോലെ തോന്നും. മുകളിലേക്ക് വരുമ്പോഴത്തേക്ക് 3 സൈഡ് ട്രയാങ്കുലർ സ്റ്റെമ്മായിട്ടത് മാറും. എനിവേ അനാറ്റമിക്കലി ഇറ്റ് ഈസ് ഡിഫറൻഷ്യേറ്റഡ് ഇൻ ടു എപ്പിഡെർമിസ്, കോർട്ടെക്സ് ആൻഡ് സ്റ്റീൽ. ഞാനത് ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് സെമ്മിൽ പഠിപ്പിച്ചപ്പോഴേ പറഞ്ഞു, ഏതിൻ്റെ അനാറ്റമി പറഞ്ഞാലും 3 റീജിയനാണെന്നുള്ളത് ഇല്ലേ, എപ്പിഡെർമിസ്, കോർട്ടെക്സ് ആൻഡ് സ്റ്റീൽ. എപ്പിഡെർമിസ് ഇസ് ദ ഔട്ടർ പോർഷൻ എന്ന് നിങ്ങൾക്കറിയാം. പിന്നെ കോർട്ടെക്സിൽ ഹോമോജീനസ് ആയിരിക്കും, ഹെട്രോജീനസ് ആയിരിക്കും, അതിൽ ഓരോ സ്പീഷീസിലും വ്യത്യാസപ്പെട്ടു. എനിവേ ദ സെൻട്രൽ പോർഷൻ ഇസ് ദ സ്റ്റീലാർ റീജിയൻ. ഇതാ ഇവിടെ അനാറ്റമി ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കിക്കാട്ടോ, ഓരോ പാർട്ടായിട്ട് നോക്കാം. എപ്പിഡെർമിസ് വളരെ ക്ലിയർ ആയിട്ട് കാണാം, ചുമന്ന കളറിലൊക്കെ കണ്ടില്ലേ. ആ എപ്പിഡെർമിസിനെ കവർ ചെയ്തുകൊണ്ടുള്ള ക്യൂട്ടിക്കിളാണ് ചുമന്ന കളറിൽ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ സിംഗിൾ ലെയർ എപ്പിഡെർമിസ്. പിന്നെ കാണുന്നത് ഔട്ടർ കോർട്ടെക്സാണ്, കണ്ടോ? ഔട്ടർ കോർട്ടെക്സ്, അത് പാരൻകൈമാറ്റസ് സെൽസ്, അത് ഇൻ്റർസെല്ലുലാർ സ്പേസൊക്കെ ഈ സ്പീഷീസിൽ കാണുന്നുണ്ട്. ഇനി ആ എപ്പിഡെർമിസിൽ കണ്ടോ, പിന്നെ അത് കണ്ടിന്യൂസ് അല്ല, അവിടെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി വന്നു, ഒരു ഗ്യാപ്പ് വന്നു ഇല്ലേ. അതെന്തായിരിക്കും? സ്റ്റൊമേറ്റ ആയിരിക്കും ഇല്ലേ. അപ്പോഴേ എപ്പിഡെർമിസ്, ദർ ഇസ് എ സിംഗിൾ ലെയർ ഓഫ് എപ്പിഡെർമിസ് പ്രസൻറ്റ് outside, and this epidermis is guarded by cutins, and stomata are present on the epidermis, and they are situated at the grooves. Then the cortical region. Cortex is divided into 3 regions: outer cortex, middle cortex and inner cortex. Outer cortex എങ്ങനെയാണെന്ന് നോക്കിയേ. outer cortex is chlorenchymatous in nature, that is, it is the outermost part of the cortex and has 2 to 5 layers of cells. The cells are thin-walled and are parenchymatous. They are photosynthetic and they contain chloroplast. അപ്പോൾ chlorenchymatous എന്ന് പറഞ്ഞാൽ എന്താ? അത് parenchyma cells with chloroplast. ഇനി middle cortex, അതെന്താ? Below the parenchymatous cells there are 2 to 4 layers of sclerenchymatous cells. The cells are thick-walled and provide mechanical support. Then the inner cortex is parenchymatous. They form the major portion of the stem. The cells are thin-walled and no intercellular spaces in them. ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ജനറലി അനാറ്റമിക്കലി ദ സ്റ്റെം ഈസ് ഡിവിസിബിൾ ഇൻ ടു എപ്പിഡെർമിസ്, കോർട്ടെക്സ് ആൻഡ് സ്റ്റീൽ. എപ്പിഡെർമിസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. കോർട്ടെക്സ് ഈസ് ഡിവിസിബിൾ ഇൻ ടു 3 റീജിയൻസ്, അതും പറഞ്ഞു. ഇനിയും സ്റ്റീലാർ റീജിയൻ, ഇത് വരയ്ക്കുമ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കരുത്, ഒറ്റ ഡയഗ്രമായിട്ട് നമ്മൾ നേരത്തെ പണ്ട് അനാറ്റമി വരച്ചതുപോലെ തന്നെ വരയ്ക്കണം. സ്റ്റീലിൽ നോക്കിയപ്പോൾ ദ എൻഡോഡെർമിസ് ദ കോർട്ടെക്സ് ഈസ് ലിമിറ്റഡ് ബൈ എൻഡോഡെർമിസ്. ദർ ഇസ് എ സിംഗിൾ ലെയർ എൻഡോഡെർമിസ്. ഇനി എൻഡോഡെർമിസിനുള്ളിൽ കാണുന്ന ലെയറാണ് പെരിസൈക്കിൾ. ബട്ട് ഹിയർ ദ പെരിസൈക്കിൾ ഈസ് ഇൽ ഡിഫൈൻഡ്. എന്താ അങ്ങനെ പറഞ്ഞാൽ, പെരിസൈക്കിൾ ഉണ്ട് എന്ന് പറഞ്ഞ് നോക്കിയാലേ നമുക്ക് പെരിസൈക്കിൾ കാണത്തുള്ളൂ, അല്ലാതെ ഒരു ലെയറായിട്ടൊരു വെൽ ഡിഫൈൻഡ് പെരിസൈക്കിൾ കാണുന്നില്ല. എ sclerenchymatous pith is usually present in the basal portion, but in ultimate portions pith is absent. സ്റ്റീൽ നോക്കിയേ, ആക്ടിനോസ്റ്റീലാണ്. എന്താ ആക്ടിനോസ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഓർക്കുന്നുണ്ടോ ആവോ? എ പ്രോട്ടോസ്റ്റീൽ വിത്ത് എ സ്റ്റാർ ഷേപ്ഡ് സൈലം ഇല്ലേ. സൈലം സ്റ്റാർ ഷേപ്ഡ് ആണ്. അതിൽ ഫ്ലോയം അപ്പോൾ എവിടെ കാണുന്നത്? ഫ്ലോയം ഈസ് പ്രസൻറ്റ് ഇൻ ബിറ്റ്വീൻ ദ ആംസ് ഓഫ് ദ സൈലം ഇൻ പാച്ചസ്. ഓർമ്മയുണ്ടല്ലോ. ഇനി ഇത് കൂടാതെ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു സ്ക്ലീറൻകൈമാറ്റസ് പിത്തും കാണുന്നുണ്ട്. ഓക്കെ. ഇവിടെ സൈലം ഈസ് യൂഷ്വലി 6 rays. Protoxylem is located at the tip of the rays. In the center, the metaxylem is present. The cells of the xylem are thick-walled and their main function is transport of water. Phloem is seen between the arms of the xylem in patches. They are composed of thin-walled cells and consist of only sieve cells. Okay, ഇത്രയും മനസ്സിലായല്ലോ. Then next is about the anatomy of rhizome. അപ്പോൾ ഈ കാണുന്ന പോലത്തെ ഒരു ഫുള്ളായിട്ടുള്ള ഡയഗ്രമാണ് സ്റ്റെമ്മിൻ്റെ അനാറ്റമിയിലും വരയ്ക്കേണ്ടത്. സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചു എന്ന് മാത്രം. ഇനി റൈസോമിൻ്റെ അനാറ്റമി നോക്കിയേ. ദർ ഇസ് എ വെൽ ഡിഫൈൻഡ് എപ്പിഡെർമിസ്.
Then the cortex, and this cortex is homogeneous, that means composed of only a single type of cells ഇല്ലേ. outer cortex is thin-walled and cells contain endophytic ഫംഗസ് അതായത് മൈക്കോറൈസൽ അസോസിയേഷൻ എന്ന് മുമ്പേ തന്നെ പറഞ്ഞിരുന്നു. മിഡിൽ കോർട്ടെക്സ് സ്റ്റാർച്ച് സ്റ്റോറിംഗ് സെൽസ് ആൻഡ് ഇന്നർ കോർട്ടെക്സ് പരൻകൈമാറ്റസ് സെൽസ് കണ്ടെയ്ൻ ഫ്ലോബാഫീൻ ഓർ ടാനിൻ ആൻഡ് ഹൈഡ്രേറ്റ്സ് വിച്ച് ആർ ദ ഓക്സിഡേഷൻ പ്രോഡക്റ്റ് ഓഫ് ടാനിൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും കോർട്ടെക്സ് ഇവിടെ ഒരുപോലെ കാണുന്നല്ലോ ഇരിക്കുന്ന, മിസ് പറഞ്ഞ് ഹോമോജീനസ് ആണ് അല്ലേ. ഞാൻ ഹോമോജീനസ് എന്നുള്ള വാക്ക് ഉദ്ദേശിച്ചത് ഒരേപോലത്തെ സെല്ലും കൊണ്ടാണ്. മറ്റേ സ്റ്റെമ്മിലാണെങ്കിൽ ഡിഫറൻസിയേഷൻ ഉണ്ടായിരുന്നു. ഔട്ടർ ക്ലോറൻ കൈമാറ്റസ്, മിഡിൽ സ്ക്ലീറൻ കൈമാറ്റസ്, ഇന്നൽ പാരൻ കൈമാറ്റസ്. ഇതെല്ലാം തിൻവോൾഡ് പാരൻ കൈമാറ്റസ് സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ചില പ്രോഡക്ട്സ് ഒക്കെ അതിനകത്തിൽ കാണുന്നുണ്ട്. അപ്പം ഔട്ടർ മോസ്റ്റ് റീജിയനിൽ കാണുന്ന കോർട്ടെക്സിൽ എന്തുണ്ട്? എൻഡോഫിറ്റിക് ഫംഗസ് ഉണ്ട്. അപ്പോൾ അതിനെയാണ് മൈക്കോറൈസൽ സോൺ എന്ന് പറയുന്നത്. മിഡിൽ കോർട്ടെക്സിൽ സ്റ്റാർച്ച് സ്റ്റോറിങ് സെൽസ് ഉണ്ട്. അതുപോലെ ഇന്നർ കോർട്ടെക്സിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ തന്നെ ഒരു നീല കളറിൽ കാണുന്നത് ഉണ്ട്. അത് ഫ്ലോബാഫിനാണ്. ആൻഡ് ദിസ് ഫ്ലോബാഫിൻ ഈസ് ദ ഓക്സിഡേഷൻ പ്രോഡക്റ്റ് ഓഫ് ടാനിൻ. ദെൻ cortex is limited by endodermis, and endodermis is very conspicuous, and there is a single layered pericycle. This stele is protostelic in nature. Okay, ഇത്രയും മനസ്സിലായല്ലോ. Then next is about the reproduction. Vegetative reproduction takes place by means of gemmae, and these gemmae are small one cell thick oval structure arise near the apex of the rhizome. റൈസോമിലാണ് ജെമ്മെ കാണുന്നത്. ഇനി ഇതിൻ്റെ പ്രൊഡക്ഷൻ്റെ പ്രത്യേകത ബ്രയോഫൈറ്റിലൊക്കെ നമ്മൾ പറയുന്നത് പോലെ ക്യാരക്ടറൈസ്ഡ് ബൈ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ദാറ്റ് മീൻസ് ബോത്ത് സ്പോർ പ്രൊഡ്യൂസിങ് ആൻഡ് ഗാമേറ്റ് പ്രൊഡ്യൂസിങ് ജനറേഷൻസ് ആർ പ്രസൻറ്റ് ആൻഡ് ദേ ആർ ഇൻഡിപെൻഡൻറ്റ് ഇല്ലേ. ബ്രയോഫൈറ്റിൽ എങ്ങനെയായിരുന്നു? സ്പോറോഫൈറ്റ് ഈസ് ഡിപ്പെൻഡ് ഓൺ ഗാമറ്റോഫൈറ്റ്. ഹിയർ ദ ഗാമറ്റോഫൈറ്റ് ഈസ് സ്പോറോഫൈറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഓൾസോ ഗാമറ്റോഫൈറ്റ് ഈസ് ഓൾസോ ഇൻഡിപെൻഡൻറ്റ്. സ്പോറോഫൈറ്റിൽ നിന്നുകൊണ്ടല്ല ഗാമറ്റോഫൈറ്റ് ഉണ്ടാകുന്നത്. നോക്കി സിനാൻജിയം കാണാം, ഇതിലത് പൊട്ടി സ്പോർ വരുന്നതൊക്കെ കാണാം. ഓക്കെ, സെക്ഷൽ റീപ്രൊഡക്ഷൻ. സ്പോറോഫൈറ്റ്സ് റീപ്രൊഡ്യൂസ് by formation of asexual reproductive units called spores produced in complex trilobed structure called synangium. സിനാൻജിയത്തിനുള്ളിലാണ് സ്പോറ് കാണുന്നത്. ഓക്കെ, സ്ട്രക്ചർ ഓഫ് സിനാൻജിയം. ഈച്ച് സിനാൻജിയം ഈസ് trilobed stalked structure born at the apex of short lateral branch. A bilobed appendage is present at the base of each synangium that curve and surround the stalk of സിനാൻജിയം. നേരത്തെ ഞാൻ പറഞ്ഞതാണ്, സിനാൻജിയത്തെ ഇങ്ങനെ അള്ളിപ്പിടിച്ചുകൊണ്ട് ഇരിക്കുന്ന ആരാണ്? ബൈലോബ്ഡ് ലീഫ്. ഇനി ഈ സിനാൻജിയം ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് അത് ഞാൻ ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞ യൂസ്പൊറാഞ്ചിയേറ്റ് ഡെവലപ്മെൻ്റ് എന്നും ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റ് എന്നും പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? അപ്പോൾ യൂസ്പൊറാഞ്ചിയേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇഫ് ദ സ്പൊറാഞ്ചിയം ഇസ് ഡെവലപ്പിംഗ് ഫ്രം എ ഗ്രൂപ്പ് ഓഫ് ഇനിഷ്യൽ ഇറ്റ് ഈസ് കോൾഡ് യൂസ്പൊറാഞ്ചിയേറ്റ്. ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റ് എന്ന് പറഞ്ഞാൽ ഇഫ് ദ സ്പൊറാഞ്ചിയം ഇസ് ഡെവലപ്പിംഗ് ഫ്രം എ സിംഗിൾ ഇനിഷ്യൽ. അപ്പോൾ സൈലോട്ടം എന്ന് പറയുന്നത് ഒരു യൂസ്പൊറാഞ്ചിയേറ്റ് ഹോമോസ്പോറസ് ടൈപ്പാണ്. ഓർത്തിരുന്നോണം, സൈലോട്ടം ഈസ് യൂസ്പൊറാഞ്ചിയേറ്റ് ഹോമോസ്പോറസ്. എന്താ ഹോമോസ്പോറസ് എന്ന് പറഞ്ഞാൽ? ബിക്കോസ് ഇറ്റ് പ്രൊഡ്യൂസസ് ഓൺലി എ സിംഗിൾ ടൈപ്പ് ഓഫ് സ്പോർ. ഒരു തരം സ്പോറേ ഉണ്ടാക്കത്തുള്ളൂ. അത് ഡെവലപ്പ് ചെയ്ത് ഒറ്റ ഗാമറ്റോഫൈറ്റുമേ ഉണ്ടാകത്തുള്ളൂ. ഇത് ഞാൻ മറ്റേ ആദ്യത്തെ ജനറൽ ക്യാരക്ടേഴ്സ് ഒന്ന് കേൾക്കണേ, അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി മോർഫോളജി ഓഫ് സിനാൻജി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോരുത്തരുടെ വ്യൂ ആണ്. സിനാൻജി അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്നത്. നോക്കി, ഫസ്റ്റ് വ്യൂ എന്ന് പറയുന്ന ബിയർ ഹോസ്റ്റ് ഇൻ 1956 ഹി സെഡ് ദാറ്റ് ദ സിനാൻജിയം ഈസ് എ ഫ്യൂഷൻ പ്രോഡക്റ്റ് ഓഫ് 2 or more സ്പൊറാഞ്ചിയ. 2 or 3 സ്പൊറാഞ്ചിയയുടെ ഒരു ഫ്യൂഷൻ പ്രോഡക്റ്റാണ് ഈ ട്രൈലോബ്ഡ് സിനാൻജിയ എന്ന് പറയും. ഇനി ബോവറിൻ്റെ അക്കോർഡിംഗ് ടു ബോവർ ഇൻ 1908 ഫോർഡ് അപ്പൻഡേജസ് ഹി കൺസിഡർഡ് ദ ഫോർഡ് അപ്പൻഡേജ്. നമ്മൾ പറഞ്ഞില്ലേ ഫോർഡ് ലീഫ് എന്ന് പറഞ്ഞില്ലേ? ആൻഡ് ദീസ് ഫോർഡ് അപ്പൻഡേജ് ആസ് സ്പൊറോഫിൽ ബിയറിംഗ് എ ട്രൈലോക്കുലാർ സ്പൊറാഞ്ചിയം. അപ്പോൾ ഒരു സ്പൊറോഫില്ലിൻ്റെ അറ്റത്ത് ഒരു ട്രൈലോക്കുലാർ സ്പൊറാഞ്ചിയം ഉണ്ടായതാണ് സിനാൻജിയം എന്ന് പറയും. ഇനി ഷാസിൻ്റെ വ്യൂവിൽ ട്രൈലോക്കുലാർ സ്പൊറാഞ്ചിയം ഓക്യുപ്പൈങ് എ ടെർമിനൽ പൊസിഷൻ ഓൺ എ ഷോർട്ട് ലാറ്ററൽ ബ്രാഞ്ച്. അതായത്
ഫോർക്ഡ് ലീഫിനെ അദ്ദേഹം ഒരു ഷോർട്ട് ലാറ്ററൽ ബ്രാഞ്ചായിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ ടെർമിനൽ പൊസിഷനിൽ കാണുന്ന ഒരു ട്രൈലോബ്ഡ് സ്ട്രക്ചറാണ് ഈ സിനാൻജിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് സ്ട്രക്ചർ ഓഫ് സിനാൻജിയം. അത് നോക്കിക്കേ, 3 ചേമ്പറായിട്ട് കാണാം ഇല്ലേ? 3 chambers or locules. Wall of the synangium is 3 to 4 layers. അപ്പോൾ there is a synangial wall. It is composed of 3 to 4 layers of cells, and these the thick outer wall forms the epidermis. അപ്പോൾ ഈ 3 to 4 ലെയേർഡ് വോളിലെ ഏറ്റവും ഔട്ടർ വോളിന് പറയുന്ന പേരാണ് epidermis, that is thick walled. Inner wall separates the 3 locules. Each locule is filled up with large number of spores and it is homosporous in nature. അപ്പോൾ അടുത്ത് നോക്കിയാലേ അറിയാം. അപ്പോൾ 3-4 ലെയർ സ്പോർ വോൾസ് ഉണ്ട്. ഔട്ടർ മോസ്റ്റ് വോൾ എന്ന് പറയുന്നത് തിക്ക് വോൾഡ് എപ്പിഡെർമിസ് ആണ്. ഇന്നർ ലെയർ ഉള്ളിലോട്ട് ഇങ്ങോട്ട് വളർന്നിട്ട് ആ സ്പൊറാഞ്ചിയത്തെ 3 ലോക്യൂളായിട്ട് തിരിച്ചിരിക്കുന്നു. ഇന്നർ വോളെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് ഇരിക്കുന്നു. മനസ്സിലായോ? അങ്ങനെ 3 ചേമ്പറായിട്ട് ഇരിക്കുന്നു. ഈ ഓരോ ചേമ്പറിനുള്ളിലും എന്നുണ്ട് ഡിപ്ലോയിഡ് സ്പോർ മദർ സെല്ലുണ്ട് അല്ലേ? എന്നിട്ട് ദിസ് ഡിപ്ലോയിഡ് സ്പോർ മദർ സെൽ represent the last stage of sporophytic generation, and it undergoes meiotic division and form numerous haploid spores. ഹോമോസ്പോറസ് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള സ്പോർ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഓക്കെ, ഇനി നോക്കിക്കാട്ടെ സിനാൻജിയം. ആ ഫോട്ടോഗ്രാഫ് സിനാൻജിയം ഇങ്ങനെ പൊട്ടി ഇങ്ങനെ സ്പോർ ഇരിക്കുന്നത്, മറ്റേത് ഡയഗ്രമാണ്. ഈ ഡയഗ്രം ഒക്കെ വരച്ച് പഠിക്കണം കേട്ടോ. ഇനി ഗാമറ്റോഫൈറ്റ്, അതായത് ഓൺ അറ്റൈനിങ് മെച്യൂരിറ്റി ദ സിനാൻജിയം ഡിഹൈസസ്. എങ്ങനെ ഞാൻ പറഞ്ഞ ഡെഹിസൻസ് ഓഫ് സിനാൻജിയം ആദ്യത്തെ സ്ലൈഡിൽ കാണിച്ചു, ട്രൈ റേഡിയേറ്റ് മാർക്കിംഗ് എന്ന് കാണിച്ചു അല്ലേ? ആ ട്രൈ റേഡിയേറ്റ് മാർക്കിങ്ങിലൂടെ സിനാൻജിയം പൊട്ടുന്നു ആൻഡ് ദ സ്പോർസ് സെറ്റ് ഫ്രീ. ഓൺ റീച്ചിങ് എ സ്യൂട്ടബിൾ സബ്സ്ട്രേറ്റം ദ സ്പോർ ഡെവലപ്സ് ഇൻ ടു എ ഗ്യാമറ്റോഫൈറ്റ്. മനസ്സിലായോ? അപ്പോൾ അതാ ഞാൻ പറഞ്ഞേ, സ്പോറോഫൈറ്റും ഗ്യാമറ്റോഫൈറ്റും ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറഞ്ഞു ഇല്ലേ? അപ്പോൾ സ്പോറ് സിനാൻജിയം പൊട്ടി സ്പോറ് പുറത്തു വന്നു. എന്നിട്ട് ഏതെങ്കിലും ഒരു ഹ്യൂമസ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ അത് വീണ് കഴിയുമ്പോൾ സ്പോറ് ഡെവലപ്പ് ചെയ്ത് ഗ്യാമറ്റോഫൈറ്റായിട്ട് മാറുന്നു. അപ്പം അതും ഇൻഡിപെൻഡൻറ്റ് സ്ട്രക്ചറാണ്. സൈലോട്ടത്തിൻ്റെ ഗ്യാമറ്റോഫൈറ്റിൻ്റെ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഡയഗ്രം ഇവിടെ ഉണ്ട്, അത് നോക്കി വരച്ച് എടുക്കണം. And this gametophyte is called the prothallus, which is haploid in nature, and it is an imperfectly dichotomously branched subterranean body with meristematic regions. അത് മറ്റൊരു സ്പോറോഫൈറ്റിലും ഗ്യാമറ്റോഫൈറ്റിലും കാണാത്ത പ്രത്യേകതയാണ് ഇംപെർഫെക്റ്റ് ഡൈക്കോട്ടമിയും അതേപോലെ മെരിസ്റ്റമാറ്റിക് റീജിയനും. ആ ഡൈക്കോട്ടമിയുടെ ടിപ്പിലൊക്കെ മെരിസ്റ്റമാറ്റിക് റീജിയൻസ് ഉണ്ട്. ഓക്കെ, then it is measuring about 0.5 to 2.5 millimeter in diameter, and it reaches up to 20 millimeters in length, and is composed of colorless thin-walled hexagonal parenchyma cells. ഇതിൻ്റെ പ്ലാൻ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് തിൻ-വോൾഡ് പാരൻകൈമാറ്റ സെൽസും കൊണ്ടാണ്. ഓക്കെ, ആൻഡ് ഇറ്റ് സർഫസ് ഇസ് കവേർഡ് വിത്ത് ആന്ത്രിഡിയ, ആർക്കിഗോണിയ ആൻഡ് യൂണിസെല്ലുലാർ റൈസോയിഡ്സ്. മോസ്റ്റ് parenchyma cells have endophytic mycorrhiza which provide nutrients to the gametophyte. So it shows saprophytic nature. Another important thing is that there are traces of vasculature is present. It is a sporophytic character, but its presence in the gametophyte of Xylotum is an unusual character. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൈലോട്ടത്തിൻ്റെ ഗ്യാമറ്റോഫൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെ പ്രത്യേകതകളാണ്? ഇംപെർഫെക്റ്റ്ലി ഡൈക്കോട്ടമസ്ലി ബ്രാഞ്ച്ഡ് സ്ട്രക്ചർ, പിന്നെ ആൻഡ് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് തിൻ വോൾഡ് ഹെക്സഗോണൽ പാരൻകൈമാറ്റ സെൽസ്, ആൻഡ് ഓൾ ഓവർ ദ ബോഡി എന്തുകൊണ്ട് ആന്ത്രിഡിയ, ആർക്കിഗോണിയ ആൻഡ് യൂണിസെല്ലുലാർ റൈസോയിഡ്സ് ആർ സീൻ. ആന്ത്രിഡിയ സ്പെറിക്കൽ സ്ട്രക്ചർ, ആർക്കിഗോണിയ ഏകദേശം ഇലോങ്ങേറ്റഡ് സ്ട്രക്ചർ അപ്പുറത്ത് വരുന്നുണ്ട്. ഇനി അതുപോലെ മൈക്കോറൈസൽ അസോസിയേഷൻ കാണുന്നു, അതുപോലെ പ്രസൻസ് ഓഫ് വാസ്കുലേച്ചർ. ഇറ്റ് ഈസ് ദ അൺയൂഷ്വൽ ക്യാരക്ടർ. മറ്റു ഉള്ള ഗ്യാമറ്റോഫൈറ്റിലൊന്നും കാണാത്ത ഒരു പ്രത്യേകതയാണ് പ്രസൻസ് ഓഫ് വാസ്കുലേച്ചർ ഇൻ ദ ഗ്യാമറ്റോഫൈറ്റ് ഓഫ് സൈലോട്ടം. ഓക്കെ, ദെൻ സെക്സ് ഓർഗൻസ്. ഇതൊക്കെ നിങ്ങൾ ബ്രയോഫൈറ്റ് പഠിച്ച പോലൊക്കെ തന്നെയാണ്. ആന്ത്രിഡിയം സ്മോൾ സ്പെറിക്കൽ സ്ട്രക്ചർ വിത്ത് എ സിംഗിൾ ലെയേർഡ് ജാക്കറ്റ് ഓഫ് 10 to 12 sterile cells,
ആൻഡ് അപ്പോൾ ഇതിൽ പിന്നെ എന്തോ ഉണ്ട്, ആൻഡ്രോസൈറ്റ് മദർ സെല്ലുണ്ട് ഇല്ലേ. ആൻഡ് ദിസ് ആൻഡ്രോസൈറ്റ് മദർ സെൽ മെറ്റമോർഫോസിസ് ഇൻറ്റു സ്പൈറലി കോയിൽഡ് യൂണിന്യൂക്ലിയേറ്റ് ആൻഡ് മൾട്ടിഫ്ലജല്ലേറ്റ് ആന്ത്രോസോയിഡ്സ്. മറ്റേതിലൊക്കെ നമ്മൾ പഠിച്ച ബൈഫ്ലജല്ലേറ്റ് ആന്ത്രോസോയിഡ്. ഹിയർ എങ്ങനെയാണ്, ദ ആന്ത്രോസോയിഡ്സ് ആർ മൾട്ടിഫ്ലജല്ലേറ്റ്. Archegonia are completely embedded in the prothallus, and each archegonium is having a neck and a basal swollen portion called venter. Neck is made up of 4 vertical rows of cells with 4 or 5 cells in each row. Neck canal cells and ventral canal cell and egg canal cells are present. Explain ചെയ്യണോ? നെക്കിലെന്തുണ്ട്, നെക്ക് കനാൽ സെൽ, ആൻഡ് വെൻട്രൽ എന്തൊക്കെയാ, വെൻട്രൽ കനാൽ സെൽ ആൻഡ് എഗ് കനാൽ സെൽ. ഓക്കെ. ദെൻ ഫെർട്ടിലൈസേഷൻ. പ്രയർ ടു ഫെർട്ടിലൈസേഷൻ അങ്ങനെ അപ്പോഴേ നമ്മൾ prior to fertilization, neck canal cell and ventral canal cell disintegrate and it forms a mucilaginous mass inside the passage. അപ്പോഴേ ആന്ത്രിഡിയവും ആർക്കിഗോണിയയും കാണുന്നത് ഒരേ ഗ്യാമറ്റോഫൈറ്റേ തന്നെ ആയിരുന്നു ഇല്ലേ. എങ്ങനെ, ഡൈക്കോട്ടമസ്ലി ബ്രാഞ്ച് സബ്റ്ററേനിയൻ എന്നൊക്കെ പറഞ്ഞില്ലേ. അതിലപ്പോഴേ ആന്ത്രിഡോസോയിഡ് മെച്ചുറായി കഴിയുമ്പോൾ ആന്ത്രിഡിയത്തിൻ്റെ ജാക്കറ്റ് ലെയറൊക്കെ ഇങ്ങനെ പോയിട്ട് ആന്ത്രോസോയിഡ് സെറ്റ് ഫ്രീ ഇല്ലേ. അപ്പോഴത്തേക്കും എന്താ, ആർക്കിഗോണിയം മെച്ചുറായിട്ട് നെക്ക് കനാൽ സെല്ലും വെൻട്രൽ കനാൽ സെല്ലും ഡിസെൻറ്റിഗ്രേറ്റ് ചെയ്ത് മ്യൂസിലേജിനസ് പാസേജ് ഉണ്ടാകും. അങ്ങനെ ഒന്ന് പറയാനൊന്ന് ശ്രമിച്ച്, നമ്മൾ ഇതിൽ പഠിച്ചതുപോലെ തന്നെ മെനി ആന്ത്രോസോയിഡ്സ് കംസ് ടു ദ ആർക്കിഗോണിയൽ മൗത്ത് ആൻഡ് എൻറ്റേഴ്സ് ഇൻ ടു ദ neck of the archegonium. It swims and reaches the venter, but only one anthrozoid fuses with the egg and form a diploid zygote, and this zygote increases in size and divides transversely, form an upper epibasal cell and lower hypobasal cell. അപ്പോഴേ സ്പോറ് താഴെ വീണ് മുളച്ച് എങ്ങനത്തെ സ്ട്രക്ചർ ഉണ്ടായി, ഒരു ഇംപെർഫെക്റ്റ്ലി ഡൈക്കോട്ടമസ്ലി ബ്രാഞ്ച്ഡ് ഗ്യാമറ്റോഫൈറ്റ് ഉണ്ടായി. അതേലാണ് ആന്ത്രിഡിയവും ആർക്കിഗോണിയുള്ള. ഇപ്പോൾ സൈഗോട്ട് ഇപ്പോൾ എവിടെ ഉള്ളത്, ഗ്യാമറ്റോഫൈറ്റിനുള്ള ആർക്കിഗോണിയത്തിൻ്റെ വെൻറ്ററിനകത്താണ് സൈഗോട്ടുള്ളത്. ഓക്കെ. അങ്ങനെ സൈഗോട്ടിനെ, അപ്പോൾ ദിസ് സൈഗോട്ട് റെപ്രസെൻറ്റ് ദ ഫസ്റ്റ് സെൽ ഓഫ് സ്പോറോഫിറ്റിക് ജനറേഷൻ. അതിന് ട്രാൻസ്വേഴ്സ് ഡിവിഷൻ നടന്നിട്ട് അപ്പർ എപ്പിബേസൽ സെല്ലും ലോവർ ഹൈപ്പോബേസൽ സെല്ലും ഉണ്ടാകും. എപ്പിബേസൽ സെൽ ഡെവലപ്സ് ടു ഷൂട്ട് ആൻഡ് ഹൈപ്പോബേസൽ സെൽ ടു ഫൂട്ട്. This type of embryogeny in which the shoot forming cell is directed towards the neck of the archegonium is described as exoscopic. Then each cell undergoes further division and develops into a new sporophytic plant. ഓക്കെ. എക്സോസ്കോപ്പിക് ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അറിയാമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആർക്കിഗോണിയത്തിനുള്ളിൽ സൈഗോട്ട്, അതിനൊരു ട്രാൻസ്വേഴ്സ് ഡിവിഷൻ നടന്നിട്ട് അപ്പർ എപ്പിബേസൽ സെല്ലും ലോവർ ഹൈപ്പോബേസൽ സെല്ലും. അപ്പോഴേ നെക്കിലോട്ടാണ് ഈ എപ്പിബേസൽ സെല്ല്. മുകളിലുള്ള സെല്ല് എപ്പോഴും നെക്കിനെ ഫേസ് ചെയ്തല്ലേ ഇരിക്കുന്നത്. അതിൽ നിന്നാണ് ഷൂട്ട് ഉണ്ടാകുന്നത്. അതിനാണ് എക്സോസ്കോപ്പിക് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. നോക്കിയേ, ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. പ്ലാന്റ് സ്പോറോഫിറ്റിക് പ്ലാന്റ് ഇറ്റ് ഈസ് ഡിപ്ലോയിഡ്. അതിൽ ഡിപ്ലോയിഡ് സ്പൊറാഞ്ചിയ അല്ലെങ്കിൽ ഡിപ്ലോയിഡ്, ഇതിനകത്തെ സ്ട്രക്ചറിന് പറയുന്ന പേരെന്താ, സിനാഞ്ചിയ. അതിൻ്റെ ഉള്ളിൽ ഡിപ്ലോയിഡ് സ്പോർ മദർ സെൽ. അതിന് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് ഹാപ്ലോയിഡ് സ്പോർ. ദിസ് ഹാപ്ലോയിഡ് സ്പോർ ഡെവലപ്സ് ടു haploid gametophyte, and this haploid gametophyte is having antheridia and archegonia. Antheridia produces anthrozoid or sperm. Archegonia produces egg. And on fertilization, a diploid zygote is formed, and this diploid zygote undergoes further development and develops into a young sporophytic plant. അങ്ങനെ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ നടക്കും. നമ്മൾ ബ്രയോഫൈറ്റിൽ പഠിക്കുമ്പോൾ എങ്ങനെ, ഗ്യാമറ്റോഫിറ്റിക് ജനറേഷനിലായിരുന്നു തുടങ്ങുന്നത് ഇല്ലേ, ഓർക്കുന്നില്ലേ? ഇവിടെ നമ്മൾ സ്പോറോഫിറ്റിക് ജനറേഷനിലാണ് തുടങ്ങുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഇപ്പോൾ സൈലോട്ടം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ ഭംഗിയായിട്ട് പഠിക്കുക. ഇതിന് മിക്കവാറും ഞാൻ നോട്ട്സ് തരില്ല, നിങ്ങൾ എൻ്റെ വോയിസ് നോട്ടും ഇത് ഞാൻ PDF ആയിട്ട് അയക്കാം. ഇതും കൂടെ ചേർത്ത് നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഓക്കെ. പിന്നെ അതുപോലെ ഡയഗ്രാമൊക്കെ വരച്ച് പഠിക്കണം. ഇതിൽ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ട എന്തൊക്കെയാണ്, സിനാഞ്ചിയയുടെ കാര്യം ഓർക്കണം, അത് മറക്കരുത്. ഗ്യാമറ്റോഫൈറ്റിൻ്റെ പ്രത്യേകത. ബ്രയോഫൈറ്റ് ഏറ്റവും ഭംഗിയായിട്ട് വിശദമായിട്ട് അത് എടുത്തത് കൊണ്ട് ഇത് ഇത്രയും ആവശ്യമേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രദ്ധിച്ച് പഠിക്കും. മൊത്തം അങ്ങനെ സ്പൂൺ ഫീഡിങ് തന്നാൽ നിങ്ങൾ ഒരിക്കലും ഇൻഡിപെൻഡൻ്റ് ആകത്തില്ല. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് പഠിക്കുക. ഓക്കെ. ഇനി നമുക്കപ്പോൾ 3 ടൈപ്പും കൂടെ ഉള്ള ഏതൊക്കെയാണ്, സെലാജിനില്ല, ഇക്വിസിറ്റം, ടെറിസ്. ഞാൻ അടുത്ത ദിവസങ്ങളിലായിട്ട് അത് ചെയ്യുന്നതായിരിക്കും.